ഹലോ ഗൈസ്, എനിക്കൊരു സ്ഥലം കാണിച്ചിരുന്നു. എപ്പിടി ഇருக்கு, നല്ല രസമാണ്. ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് രാവിലെ സമയത്ത് സിക്സ് പാക്ക് ചെറുതായിട്ട് ചാടണമുണ്ട്. രാവിലെ സമയത്ത് ചാടണ പോലെയല്ല. അപ്പോൾ ഒന്ന് സിക്സ് പാക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇവിടെ നോക്ക്, ഇവിടെ എന്തോ പച്ചക്കറി പോലെ കൃഷി, നെറ്റൊക്കെ കിട്ടിയിരുന്നത്, നെറ്റ് വലിച്ച് കിട്ടിയിരുന്നത് ഉണ്ടോ? എന്തോ ആണ് അവിടെ, ഇതെന്താ തന്നെ, പക്ഷെ ഒന്നും കാണാനില്ല. ഒരുമാതിരി സ്ഥലം. ഇവിടെ എന്താണ് തോന്നണം, റബ്ബർ തൊടിയിലാണിത്. അപ്പം ഇങ്ങനെ സ്ഥലത്ത് കൂടെ ഇങ്ങനെ വരികയാണെങ്കിൽ നല്ല രസമല്ലേ ഇത്? ഒരു നൊസ്റ്റാൾജിക് സാധനമല്ലേ? ഒരു വഴി നോക്ക് നിങ്ങൾ, അടിപൊളി വഴിയല്ലേ? നല്ല രസമല്ലേ കാണാൻ? കണ്ടോ? അടിപൊളി വഴികളാണ്. ഈ സത്യനന്ദിക്കാടിൻ്റെയൊക്കെ സിനിമകളിൽ, പഴയ സിനിമകളിലൊക്കെ ഇങ്ങനെയുള്ള വഴികളൊക്കെ ഉണ്ടാവില്ല ഗൈസ്. ഈ പൊന്മുട്ടയിടുന്ന താറാവ്, എന്തായാലും രാവിലത്തെ ലൈറ്റിങ്ങിന് വരുമ്പോൾ പൊന്മുട്ടയിടുന്ന താറാവ് സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള വഴികളൊക്കെ ഇല്ലേ, പണ്ടത്തെ വഴികൾ. മറ്റേ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പശുവിനെയും കൊണ്ട് അവിടെ ശ്രീനിവാസൻ്റെ അച്ഛൻ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത്, മരിക്കാറായി അല്ല, ഇപ്പം മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓടിക്കൂടി വിളിക്കൂലേ, മരിക്കാറായി കിടക്കുന്ന സമയത്തല്ല കേട്ടോ. അപ്പോൾ പശുവിൻ്റെ ആടിൻ്റെ എന്താ അവിടെ കെട്ടിയിട്ട് വിളിക്കൂല, ആ ഒരു വഴി ശ്രദ്ധിച്ചിട്ട്. അതേപോലെ മറ്റേ ജയറാമിൻ്റെ ഒരു പടമല്ലേ, ജയറാം ഒരു സ്കൂളിൽ പ്യൂണായിട്ട് അവിടെ പാർവതി അഹങ്കാരിയായിട്ടുള്ള ഒരു മറ്റേ ഏട്ടന്മാരുടെ അനിയത്തിയായിട്ട് അങ്ങനെ ഇത് അവസാനം പഠിച്ചുകൊണ്ട് വരും. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ അല്ലേ, ആ സിനിമകളിലേക്കുള്ള വഴികളൊക്കെ ഇല്ലേ? കണ്ട ഇത് രസമാണ് നമുക്ക്. ഇങ്ങനെ നല്ല രസമുള്ള കുറച്ച് വഴികളുണ്ട്. ഇത് വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോൾ ആളുകൾക്ക് പേടിയാട്ടോ പലപ്പോഴും ഇതിനെ വരാൻ. അതായത് ഒരു സമയത്ത് ഇവിടെ പ്രേതങ്ങൾ, പ്രത്യേകിച്ച് ഒടിയനുണ്ടായിരുന്നു എന്നൊക്കെ കൊണ്ട് പേടിപ്പിച്ച് വെച്ച പോലെ സ്ഥലങ്ങളാണിത്. പക്ഷേ ഇവിടെ വേറെ കുൽസിതങ്ങൾ ഒരു സമയത്ത് നടന്നായിരുന്നു കേട്ടോ. അതിനെ ഹൈഡ് ചെയ്ത് വെക്കാനാണ് ആളുകൾ ഇതൊക്കെ പറഞ്ഞത്. പ്രത്യേകിച്ച് റബ്ബർ തൊടിയിൽ പല പൊന്നാരം കളികൾ നടന്നിരുന്നു ഒരു സമയത്ത്. ഇവിടെ നിന്നല്ല കേട്ടോ, വേറെ ഈ പരിസരങ്ങളിൽ പല സ്ഥലങ്ങളിലും കുത്തിമറയിലും കെട്ടിമറയിലും ഒക്കെ. അപ്പോൾ ഉച്ച സമയത്ത് പോലെ ആളുകൾ ഇവിടെ വരാനൊക്കെ പേടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇവിടെ ഈ പ്രേതങ്ങളുണ്ടാവും, ഒടിയന്മാരുണ്ടായിരിക്കും, അങ്ങനെ ഇങ്ങനെ കുട്ടികളെ പിടുത്തക്കാരുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പേടിപ്പിച്ച സ്ഥലങ്ങളാണിത്. കറക്റ്റ് ഇവിടെ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, കുറച്ചപ്പുറത്ത്. അപ്പോൾ നാട്ടിൻപുറം ആകുമ്പോഴേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും ഒടിയുണ്ട്, പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ കുറേ ഉണ്ട് ഗൈസ്. ഒരു ഗ്രാമത്തിൽ നമ്മുടെ നാട്ടിൻപുറത്തെ ഒരവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുപ്പത്തിൽ അവിടെയും ഇവിടെയൊക്കെ കളിക്കാനൊക്കെ, ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും പമ്പരം കളിക്കാനും മാങ്ങ പറിച്ച് തിന്നാനും ഒക്കെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിരുന്നത്. ഈ ഒരു ഇത് നോക്ക്, അവിടുന്ന് അതുവരെയാണ് അങ്ങോട്ടുണ്ട് സാധനം കേട്ടോ, അങ്ങോട്ടുണ്ട് അത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മീൻ പിടിക്കാനും ഒക്കെ ഇവിടെ കുറേ കുളങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടി. ഇതൊക്കെയാണ് നാട്ടിൻപുറത്തെ വിശേഷങ്ങൾ ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ എന്താ അവസ്ഥ? നിങ്ങൾ ഏത് ജില്ലയിലുള്ള ആൾക്കാർ എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണണമെന്നൊന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് ഇടുക്കിക്ക് ഒരു ചെറിയ ട്രിപ്പ് പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഗൈസ്. എന്ന് നടക്കുന്നറിയില്ല, പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഇടുക്കി കട്ടപ്പന പരിസരങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഡിസംബർ ടൈമിലൊക്കെ അവിടെ ഭയങ്കര നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഗൈസ്. ഇത് പാലക്കാടാണ് കേട്ടോ, പാലക്കാട് ജില്ലയാണ് ഗൈസ്. ഈ റബ്ബർ തൊടിയിൽ കുത്തിമറയുണ്ടായിരുന്നു, നിങ്ങൾ അങ്ങനെ അത് ഭയങ്കര ഇതായിട്ട് എടുക്കരുത് കേട്ടോ. ഇവിടെ വേറെ എന്തോ പരിപാടിയോ വിചാരിക്കരുത് നിങ്ങൾ. അതല്ലേ കുറേ കവുകമാരെയൊക്കെ ചെറുപ്പത്തിലൊക്കെ അടിപൊളി കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്.
ഉം.